ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എരിശ്ശേരിയുമായിട്ടാണ്. പപ്പായ പരിപ്പെരിശ്ശേരി. സാധാരണ എല്ലാവരും പപ്പായ എരിശ്ശേരി വെക്കാറുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ പപ്പായയുടെ പരിപ്പൂടി ഇട്ടാണ് എരിശ്ശേരി വെക്കുന്നത്. അതിനായിട്ട് പകുതി പപ്പായ, ഇതിൻ്റെ പകുതി പപ്പായ മതി. ഒരു പിടി പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഉള്ളി, പച്ചമുളക് എല്ലാം തന്നെ വേണം. പപ്പായ തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. പരിപ്പ് കഴുകിയെടുക്കണം. പപ്പായ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആദ്യം പപ്പായ വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെള്ളത്തിലിട്ട് വെച്ച പരിപ്പ് നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം പപ്പായയിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. എനിക്കൊരു അബദ്ധം പറ്റി, വേറൊന്നുമല്ല, പപ്പായ പെട്ടെന്ന് വേകുന്നതായിരുന്നു. അപ്പോൾ പരിപ്പ് ആദ്യം വെച്ചിട്ട് പപ്പായ ഇട്ടാലും മതിയായിരുന്നു. നിങ്ങളുടെ പപ്പായ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ അതുപോലെ ആദ്യം പരിപ്പ് വെക്കുവോ അങ്ങനെ പപ്പായ വെക്കുവോ. അതിൻ്റെ പപ്പായ ഇച്ചിരി പെട്ടെന്ന് നല്ല നെയ് കപ്പളമായിരുന്നു, പെട്ടെന്ന് തന്നെ വെന്തു. അപ്പോൾ അതിന് അരയ്ക്കാനായിട്ട് തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി നമുക്ക് അരയ്ക്കാൻ വേണം. ഇത് എരിശ്ശേരിക്ക് കറിക്ക് കടുക് താളിക്കാൻ ഒരു പിടി തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. കാരണം എരിശ്ശേരിക്ക് തേങ്ങ വറുത്തിടുന്നത് നല്ലതാണ്. കടുകും കറിവേപ്പിലയും പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടെ വറുത്ത് ഇട്ടാൽ നല്ല രുചിയാണ്. നമുക്കൊന്ന് ഒരുപാട് മൂത്ത് പോകണ്ട. ഏകദേശം ഈ പരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ തേങ്ങ മാറ്റി വെക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരിവ് മതി. നമ്മുടെ പരിപ്പും പപ്പായയും വെന്തു. ഇതിനകത്ത് പരിപ്പേ കാണുന്നുള്ളൂ, പപ്പായ നന്നായിട്ട് വെന്തു. പക്ഷേ കറി നല്ല കറിയായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വെച്ച് നോക്കണം. പപ്പായ പരിപ്പെരിശ്ശേരി നമുക്കിത് മാത്രം, ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും മാത്രം മതി ചോറുണ്ണാനായിട്ട്. തേങ്ങ അരച്ചു അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. കടുക് പൊട്ടിച്ചു, കറിവേപ്പില, ഉള്ളി, വറുത്ത് വെച്ച തേങ്ങയെ എല്ലാം ചേർത്ത് കൊടുത്ത് പപ്പായ പരിപ്പ് എരിശ്ശേരി ഇവിടെ തയ്യാറ്.